your ATM card, okay? Which You have Emirates ID with you, sir? which bank you are calling from? I'm calling from Central Bank of UAE. You know Central Bank of UAE? I know Central Bank of UAE. Sir, I will update your bank ATM card latest version. Otherwise, your bank ATM card is blocked. Money will also freeze, okay? I didn't understand. What is the connection with Central Bank and Emirates ID? ഇന്ന് രാവിലെ 11 മണിയായപ്പം വന്ന കോളാണ് കേട്ടോ. ഒന്നാമത് നമ്മൾ തിരക്ക് പിടിച്ച സമയമായിരിക്കും, രാവിലെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ. അതിനിടയ്ക്ക് ഫസ്റ്റ് കോൾ വന്ന് കമ്പനി നമ്പറിലൊക്കെ കോൾ വന്ന്, അതാ രസം, പേഴ്സണൽ നമ്പറും കൂടിയല്ല, കമ്പനി നമ്പറിലേക്ക് കോൾ വന്ന് ഞാൻ അറ്റൻഡ് ചെയ്ത്. ആദ്യം എന്നോട് പറഞ്ഞു ദുബായ് പോലീസ് എന്നാണ്. അപ്പോൾ ഞാൻ വണ്ടി സൈഡാക്കി, കാരണം നമുക്ക് ഏത് വഴിയിലാണ് പ്രശ്നം വരുന്നത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ സൈഡാക്കി എന്താണെന്ന് ചോദിച്ച് ഇങ്ങനെ വന്നപ്പോഴത്തേന് ആ കോൾ കട്ടായി. അപ്പം ഞാൻ നമ്പർ നോക്കിയപ്പോൾ UAE നമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചിലപ്പോൾ വല്ല CID എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ആ നമ്പറിൽ നിന്ന് പിന്നെയും കോൾ വരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എടുത്തപ്പം ആള് മാറി. നേരത്തെ സംസാരിച്ച ആളല്ല പിന്നെ സംസാരിച്ചത്, സൗണ്ട് മാറ്റും, അതേപോലെ അവർ പറഞ്ഞ ഇംഗ്ലീഷിൽ മാറ്റും. പിന്നെ അവൻ പറയുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് UAE എന്നാണ് വിളിക്കണമെന്നുള്ളത്. നിങ്ങളെ ഇത് ഡീആക്ടിവേറ്റ് ആയിട്ടുണ്ട്, കാർഡ് ഫ്രീസ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോഴൊക്കെ മനസ്സിലായത് തട്ടിപ്പാണെന്നുള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് കുറേ ആയിട്ടില്ലായിരുന്നു, ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഇങ്ങനത്തെ ഫോണൊന്നും വരലില്ല. ഇപ്പോൾ അതായത് വേറൊരു പുതിയ സിം എടുത്തിരുന്നു കമ്പനി. അപ്പോൾ ആ നമ്പർ എങ്ങനെയാണ് ഇവർക്ക് ഡാറ്റ കിട്ടണമെന്നുള്ളത് അറിയില്ല. പുതിയ നമ്പർ എടുക്കണവർക്ക്, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റിൽ എന്തെങ്കിലും ഒരു സർവീസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ഓൺലൈനിൽ ഒരു എൻക്വയറി ചെക്ക് ചെയ്താലൊക്കെ ഇവർക്ക് ഡാറ്റ കിട്ടുന്നുണ്ട്. ഇവർ ഈ നമ്പറിൽ വിളിക്കുക, എന്നിട്ട് എമറേറ്റ്സ് ID എക്സ്പയർ ആയിക്കണം, അല്ലെങ്കിൽ ബാങ്ക് ഫ്രീസ് ചെയ്തിരിക്കണം, പോലീസ് സ്റ്റേഷൻ എന്നാണ് ഇവർക്ക് എമറേറ്റ്സ് IDന്റെ നമ്പർ വേണം, അല്ലെങ്കിൽ നമ്മൾ UAE പാസ് തുറന്നെടുക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പുതിയതായിട്ട് വന്ന ആൾക്കാർ, പെട്ടെന്ന് പുതിയ വിസ അടിച്ച ആൾക്കാർ, അല്ലെങ്കിൽ പുതിയ സിം എടുത്ത ആൾക്കാർ, ഇപ്പോൾ നമ്മളെ പോലെ വൈഫിന് പുതിയത് കൊടുക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പെണ്ണികൾക്ക് എങ്ങനെയോ നമ്പർ കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണ് ഈ ഡാറ്റ കിട്ടണം എന്നുള്ള അറിയില്ല. ഇതിന് റിലേറ്റഡ് ആയിട്ട് ചിലപ്പോൾ നമ്മൾ ബാങ്കിന് വല്ല ലോണിനോ അല്ലെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡിനോ എന്തെങ്കിലും കൊടുക്കുന്ന സമയം, അല്ലെങ്കിൽ നമ്മൾ വിസന്റെ പ്രോസസ്സിങ്ങിന്റെ സമയം, ഈ സമയത്തൊക്കെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ഇവർ വരും. അപ്പോൾ ചിലവർ അറിയാഞ്ഞിട്ട് ഈ OTP കൊടുക്കും, ഈ UAE പാസ് കൊടുക്കും, അല്ലെങ്കിൽ എമറേറ്റ്സ് ID നമ്പർ പറഞ്ഞു കൊടുക്കും. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആര് വിളിച്ചാലും ഈ വക ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുത്. ഇവിടുത്തെ UAEന്റെ ഒരു ഒഫീഷ്യൽസും നിങ്ങൾ ഫോണിൽ കൂടി വിളിച്ചിട്ട് കാര്യങ്ങൾ വെരിഫൈ ചെയ്യൂല. ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പോലീസ് കേസ് ഉണ്ടെങ്കിൽ തന്നെ പോലീസ് വിളിച്ചിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിക്കുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കില്ല. നിങ്ങൾ ഞാൻ വന്ന ആള് പോലീസ് ആണോ എന്ന് ചോദിക്കുക, നമുക്ക് അവർ നമ്മളോട് ID ചോദിക്കണ പോലെ നമുക്ക് തിരിച്ചു ID ചോദിക്കാം. അപ്പോൾ അവരെടുത്ത് കാണിച്ചു തരും. അവരെ ഇതിലെ ടാഗിലുള്ള ID ഉണ്ടാവും, റെഡ് കളറിലും ബ്ലൂ കളറിലും ID ഉള്ളവരുണ്ട്, അതിൽ ഗവൺമെന്റിന്റെ സ്റ്റിക്കർ ഉണ്ടാവും. ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ചെയ്യാൻ. വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയേണ്ടിച്ചിട്ടൊന്നും കൊടുക്കാനും നിൽക്കരുത്, നമ്മൾ ഒരു ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും നിൽക്കരുത്. അപ്പം അങ്ങനെ കാശ് പോയവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാശ് പോയവർ, അല്ലെങ്കിൽ അവരെ പേഴ്സണൽ ഡീറ്റെയിൽസ് മിസ്യൂസ് ചെയ്ത് വേറെ പല സംഭവങ്ങളും ചെയ്തവർ, എന്ത് കാര്യത്തിനാണെങ്കിലും ആരും മൊബൈലിൽ കൂടി വിളിച്ചിട്ട് നിങ്ങളോട് പറയില്ല. അപ്പോൾ എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കുക.